ഒരു തരത്തിലുള്ള അനീതിയും അക്രമവും വെച്ചു പൊറുപ്പിക്കാത്ത ആളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുണ്ടായ യോഗിയുടെ ആദ്യ പ്രഖ്യാപനവും ഉണ്ടായത് മാഫിയകളെ തുടച്ചു നീക്കും എന്നതായിരുന്നു. അത് പ്രാവർത്തികമാക്കുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. ക്രിമിനലുകളെ ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹം സ്വീകരിച്ചത് ബുൾഡോസർ നടപടിയാണ്. ക്രിമിനലുകളെയും മാഫിയകളെയും ഒതുക്കാനായി അദ്ദേഹം കൊണ്ടുവന്ന നടപടിയാണ് ഇത്. UP നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ചാർത്തി കിട്ടിയ പേരായിരുന്നു ബുൾഡോസർ ബാബ എന്ന പേര്. എതിരാളികൾ ആദ്യം പരിഹാസത്തോടെ വിളിച്ചതാണെങ്കിലും BJP അത് പ്രചരണത്തിൽ പ്രധാന മുദ്രാവാക്യമാക്കി മാറ്റുകയായിരുന്നു. പൊതുസ്വത്തിലോ പാവപ്പെട്ടവരുടെ സ്വത്തിലോ ബിസിനസ്സുകാരുടെ സംരംഭങ്ങളിലോ അനധികൃതമായി കടന്നുകയറുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ സാമ്രാജ്യം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നത് യോഗിയുടെ തന്നെ വാക്കുകളായിരുന്നു. ഇതോടെ SPC ഉൾപ്പെടെയുള്ള കക്ഷികൾ പരിഹാസത്തോടെ യോഗിയെ ബുൾഡോസർ ബാബയാക്കി. എന്നാൽ പിന്നീട് പല പ്രചരണ യോഗത്തിലും ബുൾഡോസർ ബാബ സിന്ദാബ വിളികളോടെയായിരുന്നു അണികൾ യോഗിയെ സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം സ്വന്തമാക്കുകയും ചെയ്തു. UP സമീപ നാളുകളിൽ ചർച്ചയായത് കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന ഉരുക്കുമുഷ്ടി പ്രയോഗത്തിലൂടെയായിരുന്നു. ഇത് തുടരുമെന്നും മാറ്റമുണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി യോഗിയുടെ നിലപാട് സൂചിപ്പിക്കുന്നു. UPയിലെ ഗുണ്ടാ മാഫിയകളെ തകർക്കാൻ ബുൾഡോസർ ഉപയോഗിച്ചപ്പോൾ രാജ്യം മുഴുവനും കൈയടിച്ചാണ് സ്വീകരിച്ചത്. കുറ്റവാളികളുടെയും അധോലോകത്തിന്റെയും കേന്ദ്രങ്ങളും വീടുകളുമാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. പൊതു സ്വത്തിലോ പാവപ്പെട്ടവരുടെ സ്വത്തിലോ ബിസിനസ്സുകാരുടെ സംരംഭങ്ങളിലോ അനധികൃതമായി കടന്നുകയറുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ സാമ്രാജ്യം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നത് യോഗിയുടെ തന്നെ വാക്കുകളായിരുന്നു. യോഗിയുടെ ഈ ബുൾഡോസർ രീതി പല സംസ്ഥാനങ്ങളും അവലംബിക്കുന്നുണ്ട്. കുറ്റക്കാർ ആരായാലും അവർക്കു നേരെ നടപടിയെടുത്തിരിക്കും. അത് ഇനി എത്ര വമ്പന്മാരായാലും ആൾ സ്വാധീനം ഉള്ളവരായാലും അതൊന്നും യോഗിക്ക് ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ ഇല്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികം മാത്രം. യോഗിയുടെ ബുൾഡോസർ നടപടിക്കെതിരെ അദ്ദേഹത്തിന്റെ ചില എതിരാളികൾ കേസ് കൊടുത്തു. സർക്കാരിന്റെ ബുൾഡോസർ നടപടിയെ സുപ്രീം കോടതി വിമർശിച്ചിരിക്കുകയാണ്. എന്നാൽ വിഷയത്തിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം കണ്ടതോടെ ഇക്കാര്യത്തിൽ അഭിപ്രായം മാറ്റിയിരിക്കുകയാണ് സുപ്രീം കോടതി. നിയമ നടപടിക്ക് വിധേയമായി മാത്രമാണ് സ്വത്തുവകകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നതെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ മാത്രമാണ് പൊളിച്ചു നീക്കുന്നതെന്ന് വ്യക്തമാക്കിയതോടെ ഒരു ഇരട്ടച്ചങ്കന്റെ പരിവേഷമാണ് യോഗിക്ക് കൈവന്നിരിക്കുന്നത്.